ഗോമതി, ഈ പെമ്പിളെ ഒരുമയെക്കുറിച്ചല്ല ഈ വീഡിയോയിൽ കാണുന്നത്, അതിൽ ഈ ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്, മാധ്യമ പ്രവർത്തകരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഉള്ള രീതിയിൽ ഈ പറഞ്ഞ പെമ്പിളെ ഒരുമയെ പറഞ്ഞു എന്ന് പറയുന്നത് ശരിക്കും ഉദ്യോഗസ്ഥരെ കുറിച്ചും മാധ്യമ പ്രവർത്തകരെ കുറിച്ചുമാണ് എന്നാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാകുന്നത്. അല്ല, വേറെ എന്തെങ്കിലും പറയും. പൊമ്പള ഉരിമ എന്ന് പറഞ്ഞു. പൊമ്പള ഉരിമ സമരം നടന്നു മൂന്നാറിൽ, അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ കേട്ടു. എനിക്ക് വീണ്ടും പറയാൻ ഞാൻ നിരാഹാരം കിടക്കുന്നുണ്ട്, എനിക്ക് വയറുവേദനയുണ്ട്, എനിക്കറിയാം. പക്ഷേ ആ കാര്യത്തിൽ ഗോമതി ഞാൻ ഒന്ന് ഇടപെടുകയാണ്, അതായത് അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ ഗോമതി, ഈ കൊടുത്ത മാധ്യമങ്ങൾ തന്നെ, ആദ്യം പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ, ബ്രേക്ക് ചെയ്ത മാധ്യമങ്ങൾ തന്നെ, അത് കേട്ട് മുഖ്യമന്ത്രിയും CPM-ന്റെ നേതാക്കൾ ഉൾപ്പെടെ, വനിതാ നേതാക്കൾ ഉൾപ്പെടെ, മറ്റ് പല വനിതാ നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ട് ആദ്യത്തെ വീഡിയോ കണ്ടിട്ട്. ആദ്യത്തെ വീഡിയോ അല്ല ശരി, ഈ കൊടുത്ത മാധ്യമങ്ങൾ തന്നെ അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്തത് 18 സെക്കൻഡ് മാത്രമുള്ളതാണ്, യഥാർത്ഥത്തിൽ അത് 17 മിനിറ്റ് ഉള്ളതാണ്, അത് മാധ്യമപ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയുമാണ്, സ്ത്രീകളെ അല്ല ഉദ്ദേശിച്ചതെന്ന് മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. മാധ്യമങ്ങൾ പറയുന്നുണ്ടോ അങ്ങനെ? ഗോമതി, മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ഗോമതി ഇതൊന്നും അറിയുന്നില്ല ഇപ്പോൾ? അല്ല, ഞാൻ അറിഞ്ഞില്ല. ഞങ്ങൾ TV-യിൽ കണ്ടിട്ടാണ് ഇറങ്ങിയത്. അവർ പറഞ്ഞു, TV-യിൽ ഞങ്ങൾ കണ്ടു. പിന്നെ ഇപ്പോ നിയമസഭ കൂടിയപ്പോ അവര് പാർട്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. അവര് ഇനി ഇങ്ങനെ സംസാരിക്കല്ലേ, ഇനി അത് തെറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പാർട്ടി തീരുമാനം എടുത്തിട്ട്. ഇത് നിയമസഭയൊന്നും അല്ല. ഈ MM മണിയെ കുറിച്ച് ഇപ്പോൾ തീരുമാനമെടുത്തതായി വാർത്ത വന്നിരിക്കും. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഈ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച പോലും അറിയുന്നില്ല. ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സമിതിയും ഇവിടെ കൂടിയിട്ടുണ്ട്. അവർ ചില നടപടികൾ എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലും ഈ ഗോമതി പറയുന്നത് പോലെ ഈ സ്ത്രീകളെ അപമാനിച്ചതിനല്ല, ഉദ്യോഗസ്ഥരെയും മാധ്യമങ്ങളെയും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിനാണ് ഒരു ശാസന എന്നുള്ള നടപടി എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പെമ്പിളെ ഒരുമയെക്കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത് ഗോമതി. അല്ല, ഞങ്ങൾ TV-യിൽ കണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ മാധ്യമങ്ങൾ എന്തുകൊണ്ടത് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ TV-യിൽ കണ്ടു, കാണിച്ചത് ഈ മാധ്യമങ്ങളല്ലേ? അതെ, തീർച്ചയായിട്ടും ഗോമതി, മാധ്യമങ്ങളാണ് കാണിച്ചത്. മാധ്യമങ്ങൾ ആദ്യം എഡിറ്റ് ചെയ്തതാണ്, മുഴുവൻ കാണിച്ചില്ല. 18 സെക്കൻഡുള്ള എഡിറ്റ് ചെയ്ത ഒരു ഭാഗമാണ് കാണിച്ചത്. അത് മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. അപ്പോ ഇവർ കൂടിയ ചർച്ചയിൽ പാർട്ടി കൂടിയിട്ട് MM മണിക്ക് തെറ്റുപറ്റിപ്പോയി എന്തുകൊണ്ട് പറഞ്ഞവര്? അത് MM മണിക്ക് തെറ്റുപറ്റിയത് സ്ത്രീ വിഷയത്തിലല്ല, ഈ പറഞ്ഞ കാര്യത്തിൽ പെമ്പിളെ ഒരുമയിലെ സ്ത്രീകൾ അവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ആണെന്നല്ല നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഈ മാധ്യമ പ്രവർത്തകരും അവിടെ പോയി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞത് നല്ല ഭാഷയല്ല, അത് വിവാദം ഉണ്ടാക്കരുതായിരുന്നു എന്നുള്ളതാണ് ഈ ശാസനയ്ക്ക് കാരണമായി മനസ്സിലാക്കുന്നത് ഗോമതി. അല്ല, ശരി, ഞാൻ മാത്രം ഇറങ്ങിയിട്ടില്ലല്ലോ സമരത്തിൽ. എല്ലാവരും TV കണ്ടിട്ടല്ലേ ഇറങ്ങിയത്. എല്ലാവരോടും ചോദിക്കും, എന്റെ അടുത്ത് മാത്രം എന്തിനാ? ഞങ്ങൾ TV കണ്ടതാ, ഞാൻ കണ്ടതാ. ശരി, അപ്പൊ ഗോമതി കണ്ട ഈ കാര്യം ഇതിപ്പോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് ഗോമതിക്ക് അഭിപ്രായമുണ്ടോ? അന്വേഷിക്കണ്ടേ? അല്ല, ഇവർ പല സ്ഥലത്തും അത് എനിക്കറിയില്ല. ഇവർ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, സമരത്തിൽ ഞങ്ങൾ വന്നു. ഇവർ എന്തുകൊണ്ട് സമരത്തിൽ ഇറങ്ങാൻ അങ്ങനെ ചോദിച്ചു കേട്ടത്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അത് എനിക്കറിയില്ല. ശരി, ഗോമതി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി. വളരെ കഷ്ടപ്പെട്ട് ഇപ്പോൾ അവിടെ ആഹാരം കഴിക്കാതിരിക്കുന്നത് കൊണ്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലായത് ഇതാണ്. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, നിങ്ങളിപ്പോൾ ഈ ഗോമതി പറഞ്ഞ വാചകത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയപ്പോൾ എന്നെ പറയാൻ നിങ്ങൾ അനുവദിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം ഫലപ്രദമാവില്ല എന്നവർക്ക് ബോധ്യമായി. ഗോമതിക്കും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കും അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുള്ള ആളുകൾക്കും ഏതാണ്ട് ബോധ്യമായി, ഇനി ഈ സമരം ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇരുത്തിയവരെല്ലാം ഇടക്കിടക്ക് വന്ന് സന്ദർശിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നേ ഉള്ളൂ. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ പോയിട്ട് അതാ ചെയ്തത്. നേരെ മറിച്ച് പരിസ്ഥിതി പ്രശ്നം പറഞ്ഞ് തൊപ്പിക്കാർ കുറച്ചാൾ അവിടെ ഇരിക്കുക തന്നെയാണ്. അപ്പോൾ അവരുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു പുതിയ പോയിൻ്റാണ് നീലകണ്ഠൻ നേരത്തെ ഇവിടെ പറഞ്ഞത്.
ഇത് കേവലമായിട്ടുള്ള മാപ്പ് പറയുന്ന പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സമരം മാത്രമല്ല. ആ സമരത്തിൻ്റെ പുറമെ ഈ തൊഴിലാളികൾക്ക് 1 ഏക്കർ ഭൂമിയെങ്കിലും മിനിമം കിട്ടണം എന്ന മുദ്രാവാക്യത്തെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സമരമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോർഡ് വെച്ചത്. ഞാൻ ഈ ചർച്ച ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആ ബോർഡ് അവിടെ കണ്ടതാണ്. നീലകണ്ഠൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിലും ആ ബോർഡ് അവിടെ ഉണ്ടായതാണ്. പക്ഷേ നീലകണ്ഠനോട് ലാല് രണ്ടാമത് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആ ഘട്ടം വരുമ്പോഴേക്ക് അവിടെ വെച്ച ബോർഡ് കാണുന്നില്ല. അതുകൊണ്ടാണ് നീലകണ്ഠന് സംശയം വന്ന് ചർച്ചക്കിടയിൽ തന്നെ നീലകണ്ഠൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്. നോക്കുന്ന കാര്യം ബോർഡ് അവിടെ ഉണ്ടോ എന്നാണ്. അപ്പോൾ അവിടെ ബോർഡില്ല. അതെന്തോ ഉന്തി തള്ളി മാറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് നീലകണ്ഠൻ രക്ഷപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ജനങ്ങൾ അംഗീകരിക്കാത്ത ഇപ്പോൾ പെൺപിള്ളை ഒരുമൈ സമരം തന്നെ യഥാർത്ഥത്തിൽ ആ പെൺപിള്ളை ഒരുമൈ സമരത്തിൻ്റെ വക്താക്കൾ ആരും ഇതിനകത്തില്ല. വളരെ ചെറിയ ചില ആളുകൾ മാത്രം, ഗോമതി ഉൾപ്പെടെയുള്ള ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടവരെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സമരമാണ് അവിടെ ആദ്യം ആരംഭിച്ചത്. ആരംഭിക്കുമ്പോഴുള്ളവർ തന്നെ ഇപ്പോഴും ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊക്കെ കുറച്ച് ആളുകൾ പോയിട്ട് സന്ദർശിച്ച് വരുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ജനങ്ങളെ അണിനിരത്താനോ പ്രക്ഷോഭം നയിക്കാനോ സാധിക്കാതൊരു സാഹചര്യം വന്നപ്പോൾ സമരം പിൻവലിക്കേണ്ടി വരും. ആ സമരം പിൻവലിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതിയ മുദ്രാവാക്യം ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പിൻവലിക്കാതെ ഇരിക്കാനുള്ള പുതിയ മാർഗം കണ്ടെത്തുകയാണ്. ആ പുതിയ മുദ്രാവാക്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ ഇവിടെ എം മണിയെ പോലെയുള്ള CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മന്ത്രിയും പൊതുവേ സമൂഹത്തിൽ ഉപയോഗിക്കേണ്ടുന്ന പദപ്രയോഗങ്ങൾ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുന്നതിന് വേണം. ജനങ്ങൾക്ക് മതിപ്പില്ലാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ആരും നടത്താൻ പാടില്ല. ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഉപയോഗിച്ച പദപ്രയോഗം ആഭാസൻ എന്നുള്ള പ്രയോഗവും യഥാർത്ഥത്തിൽ മണി പറഞ്ഞ പ്രയോഗത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന പ്രയോഗമാണ്. ഞങ്ങൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു, മണിയോട് പറഞ്ഞു, മണി സമ്മതിച്ചു. ഇനിയുള്ള പ്രസംഗങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ജനങ്ങൾ അംഗീകരിക്കാത്ത, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് മന്ത്രിയും പ്രസംഗിക്കാൻ പാടില്ല, CPIMൻ്റെ ഉന്നത നേതൃത്വത്തിലിരിക്കുന്ന ആരും തന്നെ സംസാരിക്കാൻ പാടില്ല. ഇതെല്ലാവർക്കും ഒരു അനുഭവ പാഠമാവണം എന്നുള്ളത് കൂടി കണ്ടുകൊണ്ടാണ് CPIM നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി മുമ്പോട്ടേക്ക് പോയത്. ഇപ്പോൾ ശ്രീ ആർ നീലകണ്ഠനെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ ഗോമതി തന്നെ പറഞ്ഞത് കേട്ടല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് TV-യിൽ കണ്ട ഒരു കാഴ്ചയിൽ ആദ്യം കണ്ടത് മാത്രമാണ്. പിന്നീട് ഇപ്പോൾ നടക്കുന്ന ചർച്ചയൊന്നും അവർ അറിയുന്നില്ല, അവരെടുത്തത് ആരും പറയുന്നില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അവർ നമ്മളോട് നിഷ്കളങ്കമായി ചോദിക്കുകയാണ്. അവരെ ആരൊക്കെയോ അവിടെ കൂടിയിരുന്ന് വരുന്നവരൊക്കെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ അവർക്ക് അറിയാവൂ എന്നുള്ളത് നിങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ കൂടെ പോയി നിൽക്കുന്നവരൊക്കെ മുതലെടുക്കുന്നതാണോ? ലാലെ, ഈ ഗോമതി ആദ്യമായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അന്നവർ പറഞ്ഞത് ഞങ്ങളെ വേശിയെന്ന് വിളിച്ചു, കുറെ കൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഞങ്ങളെ തേപിടിച്ചുകളെന്ന് വിളിച്ചു. അത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കേട്ടോ? അത് ശ്രീ രാജ്മോഹൻ ഞാൻ കേട്ടു. ശ്രീ എം മണി അങ്ങനെ പറഞ്ഞതോ? എം മണി അല്ലെന്നേ, ഗോമതി പറഞ്ഞത്. അതെ, ഗോമതി പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞ. ഇപ്പൊ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കറക്റ്റാണ്. നിങ്ങൾ തോക്കിനകത്ത് കയറി വെടിച്ചോണ്ടിരിക്കുക. ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ കേൾക്കുന്നത് എന്താ? അപ്പൊ നിങ്ങൾ തിമിരം ബാധിച്ചിരിക്കുക ഈ മണിയെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ എല്ലാം നിങ്ങൾക്ക് തിമിരമായിട്ട് തോന്നും. ശരി, പറയൂ. ഞാൻ പറഞ്ഞല്ലോ, ഗോമതി പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടാണ്. ഞങ്ങളെ വേശി എന്ന് മണി വിളിച്ചു, തേവിടിശി എന്ന് വിളിച്ചു. അവരുടെ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. 2, അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ എത്ര മര്യാദയ്ക്കും എത്ര മാന്യമായിട്ട് അദ്ദേഹം സംസാരിച്ച് ഇതിനെതിരെ കുറേ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ 2 മന്ത്രിമാർ വനിതകൾ, ഒന്ന് മെഴ്സിക്കുട്ടിയമ്മ, 2 പിന്നെ ആരോഗ്യമന്ത്രി, 3 പാർലമെൻ്റ് അംഗം ശ്രീമതി ടീച്ചർ, 4 വട്ടിയൂർക്കാവ് മത്സരിച്ച സീമ. നിങ്ങളീ പറയുന്ന ഗോമതിയെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൂ? ഇവരെ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? മാർക്സിസ്റ്റ് പാർട്ടി കോടിയേരി ബാലകൃഷ്ണനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൂ? ഗോവിന്ദ മാസ്റ്ററെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൂ? ഇവരാരും ഈ നിമിഷം വരെ നിങ്ങളീ കാണിച്ച 7 മിനിറ്റ് ദൃശ്യത്തെക്കുറിച്ച് ഒരു പത്രസമ്മേളനം നടത്തി കോടിയേരി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ മന്ത്രിമാരാരും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ കേരളത്തിലെ പൊതുജന സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്ന്
കാര്യകാരണ സഹിതം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആരും പറഞ്ഞിട്ടില്ല. ശരി, പക്ഷെ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു. ശ്രീ ഉണ്ണിത്താൻ, ഞാൻ പറയട്ടെ, ഈ പറയുന്ന കാര്യത്തിൽ അങ്ങ് ഉപയോഗിച്ച 2 പദങ്ങൾ അങ്ങ് പോലും കേട്ടിട്ടില്ല. മാധ്യമങ്ങൾക്ക് വന്ന ഒരു കുറ്റബോധവും അതാണ്. ഞങ്ങൾ പറയാത്ത, ഞങ്ങൾ കാണിക്കാത്ത 2 വാക്കുകൾ. പങ്കെടുക്കുന്നില്ല. കാര്യം നിങ്ങളോടൊരു എത്ര പറഞ്ഞ പട്ടിയുടെ പാല് 12 കാലം കുഴലിട്ടാലും കുഴലെടുക്കുമ്പോൾ വളരെ ഉണ്ണിത്താൻ എന്നെ പട്ടി എന്ന് വിളിച്ചു, അത് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. പട്ടിയെന്ന് വിളിച്ചത് പറഞ്ഞ അതുപോലെ നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾ അത് മനസ്സിലാക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഗോമതിയെ തെറ്റിദ്ധരിപ്പിക്കാം, പക്ഷേ മെസ്സിക്കുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? പാർലമെന്റ് ശ്രീമതി ഈ ഇരിക്കുന്ന ഗോവിന്ദ മാസ്റ്ററെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? കോടിയേരി എവരാരും MM മണിയുടെ ഈ പരാമർശം പിൻവലിച്ച്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അത് കറക്റ്റ് വെർഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ശുദ്ധ അസംബന്ധമാണെന്ന് ഇന്ന് വരെ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പം തന്നെ മാർക്സ് എന്താ പറഞ്ഞേ? പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ വളരെ മാന്യമായും മര്യാദയുമായും സംസാരിക്കണം. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും 2 കാര്യമോട് പറഞ്ഞോട്ടെ. ഒന്ന് ഗോവിന്ദ മാസ്റ്ററോട് പറയാം. ഗോവിന്ദ മാസ്റ്ററെ, നമ്മളൊരു സമരം നടത്തുമ്പോൾ സമരത്തിനൊരു മുദ്രാവാക്യമുണ്ട്. അതിൽ ആൾബലവും സംഘബലവും നോക്കിയിട്ടല്ലല്ലോ മുദ്രാവാക്യത്തിൻ്റെ സാക്ഷാത്കാരവും വിജയവും പരാജയവും ഒക്കെ. ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങയുടെ പാർട്ടി ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ 1 ലക്ഷം ആളുകളെ കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിൽ ഉമ്മൻചാണ്ടി രാജിവെപ്പിക്കും, രാജിവെച്ചല്ലാതെ ഈ സമരത്തിൽ നിന്ന് ഒരു കഴഞ്ച് പുറകോട്ട് പോകുമെന്ന് പറഞ്ഞു. അംഗബലത്തിൽ 1 ലക്ഷം എന്നാ നിങ്ങൾ 1 ലക്ഷം ഇല്ല, ഞാൻ 1.5 ലക്ഷം ആക്കുന്നു. ഈ 1.5 ലക്ഷം ആളുകൾ വിചാരിച്ചിട്ട് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു അതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചയിൽ നിന്ന് അങ്ങ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ഉണ്ണിത്താൻ. ഒരു തരത്തിലും നിങ്ങൾ ഞങ്ങൾക്ക് എനിക്കും ഗോപാലകൃഷ്ണനും മറുപടി പറയാൻ പറ്റില്ല. ഇല്ല, ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് അദ്ദേഹത്തിന് സമയം കൊടുത്തില്ല, ആർക്കും സമയം കൊടുത്തില്ല എന്നുള്ള പരാതിയുണ്ട്. ഈ 1 മണിക്കൂർ എന്താണ് പിന്നെ നടന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോയിട്ട് ഉടനെ തിരിച്ചെത്താം. ഇടവേള. ശ്രീ ഗോപാലകൃഷ്ണൻ, 2 ചോദ്യങ്ങളാണ് താങ്കളോട് ചോദിക്കുന്നത്, അതിന് ഉത്തരം പറയണം. ഒന്ന്, ഇവിടെ ഗോമതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം TV-യിൽ ആദ്യം കണ്ടത് കേട്ട് അവർ ചാടി ഇറങ്ങിയതാണ്. ഈ എഡിറ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് വന്ന വാർത്തകളൊന്നും അവർ കേട്ടിട്ടില്ല, അവർക്കറിയില്ല ഈ കാര്യങ്ങളെക്കുറിച്ച്. പിന്നീട് വരുന്ന ഇപ്പോഴത്തെ ചർച്ചകളൊന്നും അവർ അറിയുന്നില്ല. അവരുടെ കൂടെ ആരൊക്കെയോ ചുറ്റിപ്പറ്റി നിന്ന് അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമേ അറിയാവൂ. CR നീലകണ്ഠനെ പോലെയുള്ളവരൊക്കെ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവിടെ ഉണ്ട്. പക്ഷെ അവർ ഉയർത്തുന്ന വാദവും അവിടെ ഉണ്ടായിരുന്ന ബോർഡും വരെ ഗോമതിയെപ്പോലുള്ളവർ മാറ്റിയെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇതൊന്ന്, അവിടെ എവിടെയാണ് നിങ്ങളുടെ വാദം? രണ്ടാമത്തത്, ഇപ്പോൾ ശ്രീ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടിയ ചില പദപ്രയോഗങ്ങളുണ്ട്. ആദ്യം കേട്ടത് പലരും കേട്ട് പ്രതികരിച്ച വാക്കുകളൊക്കെ, അതിന് സമാനമായ വാക്കുകളാണ് ഈ മണിയെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ഉപയോഗിക്കുന്നത്. നേരത്തെ തന്നെ പല ചർച്ചകളിലും നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗോമതി ഉൾപ്പെടെ തന്നെ ആദ്യത്തെ ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്തൊക്കെ എന്ത് മാനദണ്ഡം വെച്ചാണ് പിന്നെ നിങ്ങൾ ഈ MM മണിക്കെതിരായി സമരം നടത്തുന്നത്? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, മണിയെ ചാരിയാൽ നാറും. ഇത്രയും കാലം മണിയെ നാറിയിട്ടുള്ളൂ, ഇപ്പം ലാലും കൂടി നാറാൻ പോവാ. പിന്നെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയണമല്ലോ. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ആ ഉത്തരത്തിലേക്ക് വരാം. ജോൺ ബ്രിട്ടാസിൻ്റെ കയ്യിൽ നിന്ന് മണിയെ വെള്ളപൂശിയതിന് നിങ്ങൾക്കൊരു അവാർഡ് പ്രതീക്ഷിക്കാം, അതിന് ഞാൻ ആശംസ നേരുക. പക്ഷേ ആ അവാർഡ് മേടിക്കാൻ പോകരുത്, നാണക്കേടാ. ശുപാർശ ചെയ്തതിന് വളരെ നന്ദി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ എങ്ങനെയാ പറഞ്ഞത്? നന്ദി. ആയിക്കോട്ടെ, ഇനി ഇടയിൽ സംസാരിക്കല്ലേ. രണ്ടാമത്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ പുരുഷത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അസഭ്യം പറഞ്ഞു, കേരളം കേട്ടതാണ്. മഹിജ എന്ന് പറഞ്ഞ സ്ത്രീ പിണറായി വിജയൻ വീട്ടിൽ കയറുമ്പോൾ കഥ കടച്ചിട്ട് അത് പറഞ്ഞു, കേട്ടതാണ്. ഒരു കോളേജ് പ്രിൻസിപ്പലിനെ വളരെ മോശമായി സംസാരിച്ചു, അത് കേട്ടതാണ്. ഒരു സബ് കളക്ടറെ ഊളംപാറയ്ക്ക് അയക്കാൻ പറഞ്ഞു, അത് കേട്ടതാണ്. ആ ഗോവിന്ദ മാഷെ പോലെ ബഹുമാന്യരായിട്ടുള്ള ആളുകൾ, അവരെ CPM-ന്റെ ഉന്നതരായിട്ടുള്ള ആളുകളെ കൊണ്ടിരുത്തിയിട്ട് നീ മൂന്നാംകട മണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളപൂശിയ ചർച്ച നടത്തിയത് നന്നായില്ല. എനിക്ക് വളരെ പരിതാപകരമായിട്ട് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ കേട്ട്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ ഭാഷ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് കോടതിയിൽ വാദിക്കാൻ വേണ്ടി പറയുന്നത് പോലെയുള്ള വാദങ്ങളാണെങ്കിൽ സമ്മതിക്കാം. പക്ഷെ ഇപ്പോൾ മഹിജ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ വാതിലടയ്ക്കുമെന്ന് പറഞ്ഞതിനെ ഞാനൊക്കെ വായിച്ചാൽ മനസ്സിലാക്കുന്നത് ഒരാൾ വരുമ്പോൾ അകത്തേക്ക് കയറ്റില്ല, വാതിലടച്ച് പുറത്തു നിർത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അതിനു മുമ്പ് തന്നെ ചില ആളുകൾ കാട്ടിനെ കുറിച്ച് പറയുമ്പോൾ കാട്ടിനകത്ത് പെണ്ണുങ്ങളുണ്ടെന്ന് കരുതുക, അകത്ത് അടച്ച് വാതിലടയ്ക്കുമെന്ന് പറയുമ്പോൾ അകത്താക്കി വാതിലടയ്ക്കുമെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏത് ഭാഷയാണ്? അല്ല, ഈ നാട്ടിലെ കേരളത്തിലെ മലയാളികൾക്ക് അറിയാവുന്നതും മലയാളമാണ്.
പിണറായി വിജയൻ വീടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വാതിലടച്ചിട്ട് വേറെ വല്ലതും പറയുമെന്ന് പറഞ്ഞാൽ അത് എന്താണ് അർത്ഥം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ മാത്രമാണ് വീട്ടിനകത്തേക്ക് കയറിയാൽ വാതിലടയ്ക്കുമെന്ന് പറഞ്ഞതായി ഞാൻ കേട്ടത്. എം എം മണി അങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടില്ല. എം എം മണിയെ വെള്ളപൂശാനൊന്നുമല്ല, പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ജയിക്കാൻ വേണ്ടി എന്തും പറയരുത്. ശ്രീ ഗോപാലകൃഷ്ണന് വെല്ലുവിളിക്കാമോ ആ കാര്യത്തിൽ? ഇങ്ങനെയാണ് അകത്ത് കയറിയാൽ വാതിലടയ്ക്കുമെന്നാണ് ശ്രീ എം എം മണി പറഞ്ഞത് എന്ന്. ലാലെ ഈ കേരളത്തിലെ ആളുകളൊക്കെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. കേരളത്തിലെ ആളുകളെയൊക്കെ മാറ്റി വെക്കൂ. ആളുകളോട് നിങ്ങളൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് അവർ കേൾക്കും, വിലയിരുത്തും, ആളുകൾ പ്രതികരിക്കട്ടെ. അത് അപ്പോൾ നമുക്ക് നോക്കാം. അതെ, ലാലൊന്ന് സമാധാനപ്പെട്ട്. ഞാൻ സമാധാനത്തിലാണ് സംസാരിക്കുന്നത്. എല്ലാവരും കേരളത്തിലെ ആളുകൾ കേട്ടതാ. പിന്നെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചു ഗോമതിയുടെ കാര്യം. ആ പാവ സ്ത്രീ, ആ സ്ത്രീയെ നിങ്ങളുടെ ഭാഷയിൽ അവർ പറഞ്ഞത് വളരെ കറക്റ്റാ. ഞങ്ങൾ കേട്ടത് ചാനലിലെ ആദ്യത്തെ ചർച്ചയാണ്. ആ ആദ്യത്തേതായാലും രണ്ടാമത്തേതായാലും എം എം മണി പറഞ്ഞതാണ് കേട്ടത്. ആ പറഞ്ഞ ഭാഷ എന്ന് പറയുന്നത് പെമ്പിള എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. ആ സ്ത്രീകളെ വളരെ മോശമായിട്ട് മൂന്നാംകട ഭാഷ. ശരി, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഞാനത് സമ്മതിച്ചു. അങ്ങ് അത് കേട്ടിട്ടുണ്ട്, ഗോമതി അത് കേട്ടിട്ടുണ്ട്, കുറെ പേർ അത് കേട്ടു, പ്രതികരിച്ചു. ഇപ്പോൾ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു വാചകം കേട്ടല്ലോ. അദ്ദേഹം 2 വാക്കുകൾ പറഞ്ഞു. ഇത് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഗോമതി പറഞ്ഞത് കേട്ടതാണ് അദ്ദേഹം. അങ്ങനെ ഗോമതി പറഞ്ഞ ആ വാക്കുകൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ കേട്ടോ? സാർ, ഞാനൊരു കാര്യം പറയട്ടെ. ഉണ്ണിത്താനോടല്ലേ ചോദിക്കണ്ടേ? ഗോമതി പറഞ്ഞ 2 വാക്ക്, ഗോമതി അങ്ങനെ പറഞ്ഞു. ഞാൻ ഗോമതി പറഞ്ഞത് കേട്ടതാണ്. അതായത് ഞങ്ങളെ വേശ്യ എന്ന് പറഞ്ഞു എന്ന് ഗോമതി പറഞ്ഞു. അത് ഗോമതിയുടെ ഭാഷയാണ്. അത് എം എം മണിക്കൊരു ഭാഷയുണ്ട്, ഗോമതിക്കൊരു ഭാഷയുണ്ട്. ഗോമതി പറഞ്ഞു. ഞാൻ ചോദിച്ചത് എം എം മണിയുടെ 18 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ പ്രസംഗം ഇടാനായി ശ്രീ ഉണ്ണിത്താനും പറയുന്നുണ്ട്. താങ്കളും ആ പ്രസംഗത്തെ വെച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ അത് കേട്ടില്ല എന്നുള്ള രീതിയിൽ ഗോമതിയിലേക്ക് പോകരുത്. ആ പ്രസംഗത്തിൽ ഈ 2 വാക്കുകൾ അങ്ങ് കേട്ടോ? അയ്യോ, ഞാൻ ആ പ്രസംഗത്തിൽ ഈ 2 വാക്ക് കേട്ടിട്ടില്ല. കേട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അതിന്റെ അന്തർധാര, അർത്ഥം, അതിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പാവപ്പെട്ട ഗോമതിക്ക് ഈ കാര്യം അങ്ങൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ശ്രീ കുമ്മനം രാജശേഖരൻ അവിടെ പോയി പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ ഈ പറയുന്ന 2 വാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടില്ല. എന്ത് മാന്യമായി കേരള സമൂഹം നിങ്ങളുടെ നേതാവിനെ അംഗീകരിക്കും? അദ്ദേഹത്തിന് ജയ് വിളിക്കും. ഇതാ ആ ഗോമതിക്ക് നല്ല 2 വാക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു, അവർക്കുണ്ടായ തെറ്റിദ്ധാരണ നീക്കിയിരിക്കുന്നു എന്ന് പറയില്ലേ കേരള ജനത? എന്തുകൊണ്ട് അത് പറയുന്നില്ല? അങ്ങ് കേൾക്കാത്ത കാര്യങ്ങൾ ഗോമതി പറഞ്ഞപ്പോൾ ആ പ്രസംഗത്തിൽ ഇല്ലാത്തത് അവരെ തിരുത്താൻ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല? എനിക്ക് ലജ്ജയും നാണവും തോന്നുക മിസ്റ്റർ ലാൽ നിങ്ങളോട്. ഗോമതി എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങള്? ഈ മണി പറഞ്ഞതിന്റെ വേറൊരു ഭാഷ്യമാണ് അവർ പറഞ്ഞത്. മണി പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ ഗോമതി അങ്ങനെയല്ല പറഞ്ഞത്. ഗോമതി പറഞ്ഞത് ഈ 2 വാക്കുകൾ ഞാൻ കേട്ടു. അദ്ദേഹം അങ്ങനെ വിളിച്ചു. ഇവിടെ എന്നെ വന്ന് കണ്ടവരൊക്കെ പറഞ്ഞല്ലോ, എന്നോടൊപ്പം മാധ്യമങ്ങൾ കാണുമ്പോ ഇവിടെ വന്ന് എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഇവിടെ ഒരുപാട് നേതാക്കൾ വന്നല്ലോ, അവരൊക്കെ പറഞ്ഞല്ലോ, അവരൊക്കെ കണ്ടല്ലോ. ഇതാണ് ഗോമതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്നത് ഇതാണെന്നാണ് ഗോമതി പറഞ്ഞതിന്റെ മലയാളം. അത് തന്നെയാണ് എം എം മണി പറഞ്ഞത്. പക്ഷെ ഭാഷയിൽ ഗോമതി പറഞ്ഞ 2 വാക്ക്, അത് മിസ്റ്റർ ഉണ്ണിത്താൻ പറഞ്ഞത് ഗോമതിയുടെ വാക്കുകളാ. അത് ഗോമതിയുടെ ഭാഷയിലാണ് ഗോമതി പറഞ്ഞത്. ഇതെന്താ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവാത്ത? ഗോവിന്ദൻ മാസ്റ്റർ, ഈ കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സമിതി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം നേരത്തെ പറഞ്ഞു. അതായത് എം എം മണി ഒരു മന്ത്രിയാണ്, അദ്ദേഹം സമൂഹത്തിൽ കുറച്ചുകൂടി ജാഗ്രത പാലിച്ച് സംസാരിക്കണം എന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ത്രീകളെ കുറിച്ച് ഈ പറഞ്ഞ കാര്യത്തിലാണോ അങ്ങനെ പറഞ്ഞത് എന്നൊരു ചോദ്യം ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്. ഈ മറുവാദം ചോദിക്കുന്നവർ, ഗോമതി തന്നെ ചിലപ്പോൾ ചോദിക്കുന്നത് അതാണ്. ഞങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ
മാധ്യമങ്ങൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടി ഒരു നിലപാട് ഈ രീതിയിൽ എടുത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പാർട്ടി ആ കാര്യത്തിൽ ഇത് മനസ്സിലാക്കിയിട്ടാണോ നിലപാട് പറഞ്ഞിട്ടുള്ളത്? അല്ല, അതിൽ വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. മണിയുടെ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തെ മാത്രമല്ല, മണി പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മണിയുടെ മൊത്തം പദപ്രയോഗത്തെ സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളതല്ല. അപ്പോൾ അമ്മാതിരിയുള്ള പ്രയോഗങ്ങൾ മണിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. മറ്റേ നേരത്തെ സ്ത്രീകളെ അവമാനിക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് CPIM ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം അത് കൃത്യമായിട്ട് ചാനലുകളിൽ നിന്ന് തിരുത്തി പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഓരോന്നും പറയുമ്പോൾ, ഓരോ പദവും ഉപയോഗിക്കുമ്പോൾ CPIMൻ്റെ ഉത്തരവാദപ്പെട്ട നേതാവെന്ന രീതിയിലും മന്ത്രി എന്ന നിലയിലും പാലിക്കേണ്ടുന്ന അതിൻ്റെ ഗൗരവം, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ, പദങ്ങൾ, സഖാവ് കോടിയേരി തന്നെ പറഞ്ഞതുപോലെ അതിൻ്റെ ഔന്നത്യം ഒക്കെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പൊതുവായിട്ട് പറഞ്ഞത്. മണി തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ തന്നെ നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുമ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതും അതുപോലെ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നതും ഞാൻ ഉദ്ദേശിച്ച രീതിയിലേ അല്ല എന്ന് അദ്ദേഹം ആദ്യം മുതൽ ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലെ നടന്നിട്ടുള്ള ചർച്ചയിൽ ഇവിടെ പറഞ്ഞതുപോലെ നിരവധി പ്രയോഗങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് വന്നു. ഞങ്ങളതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്ത് ചൂണ്ടിക്കാണിച്ചതല്ല. ഞങ്ങൾ മണി ഉപയോഗിച്ച പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച ആ പ്രസംഗത്തിൽ തന്നെ, ആ പ്രസംഗം കുറച്ചുകൊണ്ട് നീണ്ട പ്രസംഗമാണല്ലോ, ആ പ്രസംഗത്തിൽ ഉപയോഗിച്ച പല പദങ്ങളും എടുത്ത് പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സ്ത്രീകളെ അപമാനിച്ചു എന്ന നിലയിലല്ല കാര്യങ്ങൾ പാർട്ടി നടപടി സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു. ശരി, അപ്പോൾ ഈ കാര്യത്തിൽ ഇനി ഈ സമരം ഇപ്പോൾ ഇങ്ങനെയാണ് വന്നു നിൽക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പൊതുസമൂഹവും രാഷ്ട്രീയമായി പാർട്ടികൾ പല നിലപാടുകളും എടുത്ത് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും സമരത്തിൽ പങ്കെടുക്കുന്നവർക്കും പല മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനൊരു ഏകീകൃത സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് അതിന് പഴയ ശക്തി കാണുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ പെമ്പിള ഒരുമയല്ല അവിടെ ഉള്ളത് എന്നൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനി എങ്ങനെയാണ് ഇടതുപക്ഷം ഇപ്പോൾ കാണുന്ന മൂന്നാറിലെ സമരത്തെ നേരിടുന്നത്, നോക്കിക്കാണുന്നത്, കൈകാര്യം ചെയ്യുന്നത്? UDFും BJPയും ഇപ്പോൾ അവിടെ വളരെ ലക്ഷ്യങ്ങളുമായി നോക്കി നിൽക്കുമ്പോൾ അല്ല, അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കോൺഗ്രസിനും അതുപോലെ തന്നെ BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഈ സമരവുമായിട്ട് കുറേ കാലം കൂടി മുമ്പോട്ടേക്ക് പോകാനാവില്ല. അത് നേരത്തെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞത് വളരെ ശരിയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് വളരെ ശരിയാണ്. എത്ര ലക്ഷം ആളുകളെ അണിനിരത്തി സമരം നടത്തിയാലും ആ സമരത്തിൽ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ജയിച്ചോളണം അല്ലെങ്കിൽ വിജയിച്ചോളണമെന്നില്ല, മുദ്രാവാക്യം വിജയിച്ചോളണമെന്നില്ല. എന്നാൽ ചില ആളുകൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ പ്രസക്തി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജയിച്ചു എന്ന് വരാം. എണ്ണത്തിൻ്റെ പ്രസക്തിയല്ല ഞാൻ ചൂണ്ടിക്കാണിച്ചത്, അവരുന്നയിച്ച മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തിയില്ലായ്മ തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് മുദ്രാവാക്യം മാറ്റിവെക്കുന്നതിനെപ്പറ്റി അവർക്ക് ആലോചിക്കേണ്ടി വന്നത്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ബോർഡ് വെച്ചത്. ഇത് സുദീർഘമായി നടക്കാൻ പോകുന്ന ഒരു സമരമാണ് എന്ന് നേരത്തെ പരിസ്ഥിതിവാദം കൂടി അംഗീകരിക്കുന്ന നേതാവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വന്നു, ആ പ്രയോഗം വന്നു. കാരണം ഇത് തുടർച്ചയായിട്ടുള്ളൊരു സമരമാണ്, ഇപ്പോൾ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൊരു സമരമല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ പോയ പശ്ചാത്തലത്തിൽ ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമരത്തിന് തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. ആരുടെ പിന്തുണയുണ്ടായാലും, BJPയുടെ പിന്തുണയുണ്ടായാലും കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ടായാലും അവിടെ പെൺപിള്ളേ ഒരുമ എന്ന് പറയുന്ന സംഘടനയില്ല. ആ സംഘടനയ്ക്ക് മുമ്പുണ്ടായിരുന്ന സ്വാധീനമില്ല. അതിൻ്റെ മേലെ അവരാഗ്രഹിക്കുന്ന പോലെ എന്തെങ്കിലും രീതിയിൽ ഈ കേരളത്തിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ നിർവഹിക്കാനാവുകയും ചെയ്യില്ല. ശരി, അങ്ങനെയാണെങ്കിൽ UDFും BJPയും വച്ച വെള്ളം വാങ്ങേണ്ടി വരുമോ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ? ശ്രീ ഉണ്ണിത്താൻ, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ആളുകൾക്കെതിരായി, സർക്കാരിനെതിരായി കിട്ടുന്ന വടിയെടുത്തടിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പതിവ് പോലെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പലപ്പോഴായി പിന്നോട്ട് പോകേണ്ടി വന്നതുപോലെ ഈ കാര്യത്തിലും ഇപ്പോൾ സമരം നടത്തുന്ന മൂന്നാറിലെ ഭൂസംരക്ഷണ സമിതി എന്ന് നീലകണ്ഠൻ പറയുന്ന, പെമ്പിളേ ഒരുമയെന്ന് ഗോമതി പറയുന്ന ആ സമരക്കാർക്ക് ആ ശക്തിയിലൂടെ മുന്നോട്ട് പോകാൻ, മുദ്രാവാക്യത്തിൽ ഏകീകൃത സ്വഭാവം കാണിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളപ്പോൾ
നിങ്ങൾ കൊടുത്ത പിന്തുണയ്ക്ക് വലിയ ശക്തി ഇനി വേണ്ടി വരുമോ? ലാലെ, അവസാനമായതുകൊണ്ട് രണ്ട് കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്തണം. ഒന്ന്, ഞാനൊരു പദപ്രയോഗം നടത്തി, അതിനെക്കുറിച്ച് താങ്കളും ഗോവിന്ദ മാസ്റ്ററും പറഞ്ഞു. മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളെ അത് അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ ആഭാസകരമായ പദപ്രയോഗങ്ങൾ നടത്തുന്നവൻ ആരാണോ അവൻ ആഭാസനാണ്. അവൻ എത്ര വലിയവനായാലും എത്ര താഴെക്കടയിലുള്ളവനും. അത്തരം ആഭാസകരമായ പദപ്രയോഗങ്ങൾ നടത്തിയ ഒരാളെ ഞാൻ ആഭാസനെന്ന് വിളിച്ചു. മരിക്കുന്നതുവരെ ഞാൻ അത് ആവർത്തിക്കും. അത് പിൻവലിക്കുന്ന പ്രശ്നമില്ല. അത് അൺപാർലമെൻ്ററി ആണെന്ന് ഒരിടത്തും ആർക്കും തെളിയിക്കാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഡിക്ഷണറി എടുത്ത് കൊടുക്കാം. ശുംഭരെന്ന് വിളിച്ചിട്ട് പ്രകാശം പരത്തുന്ന പോലെ അർത്ഥമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്പർ 1. നമ്പർ 2, ഇനി സമരം ഇവിടെ CPM ഒരു വലിയ പാർട്ടിയായിരുന്നു. 67 2 പിളർന്നു, 2 അതിൽ ആൾബലമുണ്ട്, ആൾബലമില്ല. കേരള കോൺഗ്രസ് എത്ര പ്രാവശ്യം പിളർന്നു, RSP പിളർന്നു എന്നുപോലെ ഒരു വലിയ പ്രസ്ഥാനമായിരുന്ന പെമ്പിള ഒരുമ ഇപ്പോൾ പിളർന്നു, 2 പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അതിൻ്റെ സ്ട്രെങ്ത് നോക്കിയാൽ 10-14 വർഷക്കാലമായി മണിപ്പൂരിൽ ഒരു സ്ത്രീ ഇറോം ശർമിള അവിടെ സമരം നടത്തിയില്ലേ? ഒറ്റയ്ക്ക് സമരം നടത്തിയില്ല. ഒരു സമരമല്ലേ? അതിന് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പിന്തുണ കൊടുത്തു. അവരവിടെ മുഖ്യമന്ത്രിയായി മത്സരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണ കൊടുത്തപ്പോൾ അവർക്ക് കിട്ടിയ 92 വോട്ടാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി എന്താണെന്ന് അവിടെ നമുക്കറിയാം. ഞാൻ പറഞ്ഞത് ഇറോം ശർമിള ഒറ്റയ്ക്ക് സമരം നടത്തി. അതുപോലെ ഈ സമരം എന്ന് അവസാനിപ്പിക്കണമെന്നൊക്കെ ഈ സമരം ഇരിക്കുന്നവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ നടക്കുന്ന സമരത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ സമരം നീട്ടിക്കൊണ്ടു പോകുന്നതിന് ഞാൻ അനുകൂലമല്ല. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ പൊതുജന സമൂഹത്തിൻ്റെ ശ്രദ്ധ ഈ മൂന്നാർ കയ്യേറ്റത്തിൽ നിന്ന് തിരിച്ചുവിടാനേ ഈ സമരം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സഹായിക്കൂ. കാരണം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് MM മണിയുടെ അനിയൻ MM ലംബോദരൻ 139 കോടി രൂപയുടെ സമ്പന്നനാണ്. എവിടുന്നാണ് ഈ പണം? അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ച് ഈ സമരത്തിലേക്കും മണിയിലേക്കും കൊണ്ടുപോകാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വ്യക്തിപരമായ അഭിപ്രായമാകാം, അല്ലെങ്കിൽ പാർട്ടിയുടെ അഭിപ്രായത്തിന്റെ അടുത്ത് നിൽക്കുന്ന അഭിപ്രായമാകാം. എന്തായാലും ഈ സമരം അവസാനിപ്പിക്കേണ്ടത് തന്നെയാണെന്ന ഒരു നിലപാടിലേക്കാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും പോകുന്നത്. BJPയും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ എന്താന്ന് കേരളത്തിലെ പ്രേക്ഷകർ മൊത്തം കേട്ടു. അതിന് ലാല് കൊടുത്ത വ്യാഖ്യാനവും പ്രേക്ഷകർ കേട്ടു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഹലോ പറഞ്ഞോളൂ. ലാലെ, കേരളത്തിലെ നന്ദിഗ്രാമാണ് മൂന്നാർ. ആ മൂന്നാറില് ഭാരതീയ ജനതാ പാർട്ടി വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്ത് മിസ്റ്റർ. നിങ്ങൾ സാർ ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഇടയിൽ പറയല്ലേ? ഞങ്ങൾ കഞ്ഞി നിങ്ങൾ പറഞ്ഞല്ലോ വെള്ളം വെക്കുമെന്ന്. ഞങ്ങൾ പറയട്ടെ, അതിനകത്ത് ഞങ്ങൾ കഞ്ഞി വെക്കും. കേരളത്തിലെ ജനങ്ങൾ ആ കഞ്ഞി കുടിക്കും. കയ്യേറ്റക്കാരും കയ്യേറ്റക്കാരെ സഹായിക്കുന്ന MM മണിയുടെ CPMഉം പട്ടിണി കിടന്ന് മരിക്കും. അതാണ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടി കയ്യേറ്റത്തിനെതിരെ അതിശക്തമായ സമരം സംഘടിപ്പിക്കും. അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തി കേരളത്തിലെ സ്ത്രീകളെ അപമാനിച്ച MM മണിക്കെതിരെ സമരം ചെയ്യും ഞങ്ങൾ. ഇതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. അത് ഗോവിന്ദ മാഷ് പറയുന്നത് പോലെ സമരം ഒരു ദിവസം ഇല്ലാണ്ടായി പോകാനൊന്നും പോണില്ല മാഷെ. സമരം നടത്താൻ കഴിവുള്ളവരാണ് BJPക്കാർ. ഞങ്ങൾ സമരം നടത്തും. ഞങ്ങൾ കൃത്യമായ സമരം നടത്തും. ആ സമരം വിജയിക്കുന്നവർ സമരം നടത്തും. ഞങ്ങൾ നടത്തിയിട്ടുള്ള കയ്യേറ്റത്തിനെതിരായിട്ടുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ പോയ കുമ്മനം എന്ന് പറഞ്ഞത് മാറ്റി ഇപ്പോൾ സ്ത്രീകളെ അധിക്ഷേപിച്ചതിലേക്ക് തിരിച്ചു വരുന്നു. നമ്മൾ ആ വീഡിയോ കണ്ടതിന് ശേഷവും തിരിച്ചതിലേക്ക് വരുന്നു. ഗോമതിയുടെ അഭിപ്രായം മാറി അത് BJPയുടെ സ്വന്തം അഭിപ്രായമായി മാറുന്നു. അല്ല, പെമ്പിള എന്ന് പറഞ്ഞ സ്ത്രീകളാ. കേരളത്തിലെ മൊത്തം സ്ത്രീകളെയാണ് അദ്ദേഹം അപമാനിച്ചത്. ഏതെങ്കിലും ഒരു സ്ത്രീയെ അപമാനിച്ചാൽ മൊത്തം സ്ത്രീയെ അപമാനിച്ച മാതിരിയാണല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങൾ സാക്ഷി മഹാരാജാവിനെതിരെ പറഞ്ഞത്. കുറെ ലാല് തർക്കിച്ചതല്ലേ ഇവിടെ? പെമ്പിള ഒരുമയ്ക്കെതിരെ പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകൾക്കെതിരെയാണ്. അതുകൊണ്ടാണ് വീട്ടിൽ ഇരുത്തിക്കോളാൻ എന്തർത്ഥത്തിലാണ് MM മണിയെ നിങ്ങളുടെ വീട്ടിൽ ഇരുത്തിക്കോളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മന്ത്രിയാക്കാതെ വീട്ടിൽ കൊണ്ടിരുത്തിക്കോളാൻ അതല്ലേ പറഞ്ഞത്? അതിന് മൂന്നാറിലുള്ള സ്ത്രീകളോടാണോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടിരുത്തിക്കോളൂ എന്നാണോ? നിങ്ങളുടെ മാത്രമല്ല, CPMന്റെ മാത്രമല്ല, കേരളത്തിന്റെ സ്വത്താ. അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മണിയുടെ നാടൻ ഭാഷ, അതേപോലെ പറഞ്ഞു. ശരി, നാടൻ ഭാഷയ്ക്ക് കുഴപ്പമില്ല. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാൽ നാടൻ ഭാഷയ്ക്ക് ഞാൻ പറയുന്നത്
എം എം മണി പറയുമ്പോഴാണ് കുഴപ്പം. എന്തായാലും ഏറ്റവും അവസാനമായി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ന് സർക്കാർ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തി വിദ്യാഭ്യാസ വായ്പ കൊടുത്തുകൊണ്ട് അടയ്ക്കാനുള്ളവരെ അത് എഴുതിത്തള്ളാനുള്ള നടപടികൾ എടുക്കുന്നത്. ഇപ്പോൾ 1-ാം വർഷം ആഘോഷിക്കാൻ പോകുന്നു. അംഗനവാടി ടീച്ചർമാർക്കും മറ്റ് പല പുറകിൽ നിന്ന് ശമ്പളമില്ലാത്തവർക്കുമൊക്കെ കൂടുതൽ ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന നിലപാടുകളൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകേണ്ടി വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ജാഗ്രതയോടുകൂടി തന്നെ 1-ാം വർഷത്തിന്റെ ആഘോഷത്തിലേക്ക് നിങ്ങൾ കിടക്കാൻ പോകുക. അതൊക്കെ നരേന്ദ്രമോദി കൊടുത്തതൊക്കെ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. വൈകാതെ കൊടുക്കാൻ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ 1-ാം വാർഷികം ആചരിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിലും ഇനി അങ്ങോട്ടുള്ള 4 വർഷക്കാലവും കേരളം ഇന്നേ വരെ ഉണ്ടായതിനേക്കാൾ മെച്ചപ്പെട്ട കേരളമാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ, അതിൽ ക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായാലും ആർദ്രം പദ്ധതി എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പാവപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കത്തക്ക രീതിയിലുള്ള പദ്ധതിയായാലും, ലൈഫ് എന്ന രീതിയിൽ മുഴുവൻ മനുഷ്യർക്കും, വീടില്ലാത്ത എല്ലാവർക്കും വീടും എല്ലാവർക്കും ഭൂമിയും എന്ന മുദ്രാവാക്യമായാലും, ലോക നിലവാരത്തിലെത്താൻ ഉതകുന്ന രീതിയിൽ വിദ്യാഭ്യാസ സംവിധാനത്തെ മാറ്റുക എന്നുള്ള രീതി എടുത്തു പരിശോധിച്ചാലും, ഹരിത കേരളം എന്ന ഏറ്റവും ശ്രദ്ധേയമായ മുദ്രാവാക്യമെടുത്താലും, ഈ 4 മിഷനുകളോടൊപ്പം ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ജനവിഭാഗങ്ങൾക്കാകെ ആശ്വാസം നൽകി 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പാവപ്പെട്ടവർക്കും പെൻഷൻ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ പോകുന്ന കാര്യത്തിലേക്ക് ജനശ്രദ്ധ വരും എന്ന് മനസ്സിലാക്കി ആ ജനശ്രദ്ധ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ മാധ്യമ ശൃംഖലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആയാലും BJP ആയാലും ഏത് കക്ഷിയായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ യശസ്സോ അവർ നടത്താൻ തീരുമാനിച്ച പ്രവർത്തനങ്ങളോ ഒന്നും മാറ്റിവെക്കാൻ പോകുന്നില്ല. എല്ലാം ജനങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. എല്ലാം മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമ പ്രവർത്തനം നടത്തിയാലും അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏശില്ല. ജനങ്ങൾക്ക് ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ തന്നെയാണ് വിലയിരുത്തുക. ഇവിടെ ഈ നടന്ന ചർച്ചയും എല്ലാവരും പറഞ്ഞതും ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അവർ അത് വിലയിരുത്തും. അതിന് എല്ലാവർക്കും മാർക്കിടുകയും ചെയ്യും. ചില മാർക്കുകൾ അതാത് ദിവസങ്ങളിൽ, ചിലത് 5 വർഷം കഴിയുമ്പോഴാണ്. അത് എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാകും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെ നന്ദി. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ശ്രീ CR നീലകണ്ഠൻ, ഗോമതി.